തന്നെ പൂജിക്കേണ്ടുന്ന വിധം ഭഗവാൻ ഉദ്ധവന് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉദ്ധവ, പൂജിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ തയ്യാറാക്കി പൂജിക്കാൻ എന്നല്ല നോക്കേണ്ടത്, പിന്നെയോ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ സഹോദരിയായ ശ്രീ ചോറ്റാനിക്കരമ്മയുടെ അടുത്ത് വന്ന് ഇതാ ഭാഗവതത്തിൻ്റെ ഏകദേശം ഒരു ഭാഗം, ഏകാദശം 11ാമത്തെ സ്കന്ധം എന്ന രീതിയിൽ അനുസ്മരിക്കുമ്പോൾ അതിനെപ്പറ്റി മഹാന്മാര് പല 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 പ്രത്യേകതകളും എടുത്തു പറയാറുണ്ട്. അതിലാദ്യം ആയിട്ട് പറയണത് ഏകാദശ സ്കന്ധം മുക്തി സ്വരൂപമാണ് എന്നാണ്. ഭാഗവതത്തിലെ ഓരോ സ്കന്ധങ്ങൾക്കും ഓരോ പേരിട്ട് പറയാറുണ്ട്. 10 ലക്ഷണങ്ങളുള്ള ഭാഗവതം, അത് പ്രഥമസ്കന്ധം മുതൽ ആരംഭിക്കണമെന്ന് നമ്മൾ പറയുമെങ്കിലും ഭാഗവതാചാര്യന്മാര്, ഋഷീശ്വരന്മാര് തൃതീയം, ചതുർത്ഥം, പഞ്ചമം, ഷഷ്ഠം, സപ്തമം, അഷ്ടമം, നവമം, ദശമം, ഏകാദശം, ദ്വാദശം എന്നീ 10 ലക്ഷണങ്ങളടങ്ങിയ 10 സ്കന്ധങ്ങളോടുകൂടിയ ഭാഗവതം. 12 സ്കന്ധങ്ങളാണെങ്കിലും പ്രഥമ ദ്വിതീയ സ്കന്ധങ്ങള് അത് പീഠേ ആയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് മൂർത്തി, ഭാഗവത മൂർത്തി അത് തൃതീയ സ്കന്ധം മുതലാണ് എന്ന് പണ്ഡിതന്മാര് പറയാറുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, പൂജ അറിയുന്നവർക്കൊക്കെ അറിയാം, ആദ്യം പീഠപൂജ, പിന്നെ മൂർത്തി പൂജ. അതാണ് അതിൻ്റെ രീതി. ക്രിയായോഗം എന്നത് ഉദ്ധവൻ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ എല്ലാ ഉപദേശവും ആയി ഭഗവാന്റെ എന്ന് പൂർണ്ണമായപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ക്രിയായോഗം സമാചക്ഷുവ. ഭഗവാനെ ഇവിടുന്ന് അടിയന് അവിടുത്തെ പൂജാവിധിയും കൂടി പറഞ്ഞു തന്നിട്ടേ ഉപദേശം നിർത്താവൂ എന്നാണ് പ്രാർത്ഥന. എന്താത്? ഉദ്ധവനെ പറ്റി ഭാഗവതത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കേൾക്കാം, തൃതീയ സ്കന്ധത്തിൽ ആ ഉദ്ധവനെ പറ്റി പറയണ വാക്ക് ആത്മാരാമനായ ഉദ്ധവൻ, ഭാഗവതോത്തമനായ ഉദ്ധവൻ പോരാ, അമ്മ പറഞ്ഞു കേൾപ്പിച്ച് ഭഗവാനെ പൂജിക്കാൻ പഠിച്ച ഒരു കുട്ടി. അവിടെ 2 വാക്ക് പറയുന്നുണ്ട്. യ പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്മൈച്ഛത് രചയൻ യസ്യ സപര്യാം ബാലലീലയ. കുട്ടിക്കളിയായിട്ട് പോലും ആ ഉദ്ധവൻ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ണാൻ വിളിച്ചാൽ പോലും ചെല്ലാതെ വാശി പിടിച്ചുകൊണ്ട് ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. ഉണ്ണി, നീ വരൂ, ഊണ് കഴിക്കാൻ വരൂ, മാമുണ്ണണ്ടേ, ഊണ് കഴിച്ചിട്ടാവാം ഇനി എന്ന് പറഞ്ഞാലും അമ്മേ ഭഗവാൻ, ഞാൻ പൂജിക്കുന്ന ഭഗവാൻ ഊണ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും ഇപ്പൊ ഊണ് കഴിക്കില്ല, ഭഗവാൻ ഊണ് കഴിച്ചാലേ ഞാൻ ഊണ് കഴിക്കുള്ളൂ. നമുക്ക് കേരളത്തില് ഗുരുവായൂരപ്പന്റെ കഥകളില് നെമ്മരി ഉണ്ണി എന്നൊരാളെ പറയാറുണ്ട് ഗുരുവായൂർ മാഹാത്മ്യത്തില്. അതില് കാര്യം കേരളീയരുടെ ഹൃദയത്തിൽ പതിച്ച ആ ഉണ്ണിയുടെ വാക്ക് ഇവിടെ ഉദ്ധവനും അമ്മയോട് പറയാറുണ്ട്. എന്താ അത്? ഉണ്ണിക്കണ്ണൻ ഊണ് കഴിക്കണില്ല, പിന്നെങ്ങനെയാ ഞാൻ ഉണ്ണാ? പറ്റില്ല, ഉണ്ണി ഊണ് കഴിക്കൂ. ഉണ്ണു ഗുരുവായൂരപ്പ ഭഗവാനെ, ഉണ്ണു ഗുരുവായൂരപ്പ കൃഷ്ണ. പൂജയും
ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് എന്നും ഭഗവാൻ ഊണ് കഴിക്കുന്നുണ്ട് എന്ന് ധരിച്ച ആ ഉണ്ണിയുടെ നിഷ്കളങ്കതയ്ക്ക് അവിടെ പ്രാധാന്യം അല്ലേ. കൊണ്ടുവന്ന് വെച്ചിട്ടും അതൊന്നും ഊണ് കഴിക്കാണ്ട് ഗുരുവായൂരപ്പൻ വെറുതെ അരക്കയിൽ കയ്യും കൊടുത്ത് നിൽക്കുക. അപ്പൊ ഈ ഉണ്ണിക്കോ എന്താ തോന്നിയത്? എന്നും ഗുരുവായൂരപ്പൻ ഊണ് കഴിക്കാറുണ്ട് തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ വലിയ ഒരു കേമന്മാര് കാണിക്കണ പോലെയുള്ള ചടങ്ങുകളല്ല. ആ ഉണ്ണിക്ക് എന്നും ഊണ് കഴിക്കും ഭഗവാൻ എന്ന് കരുതി ആ ഉണ്ണി ആവലാതി പറയാൻ തുടങ്ങി. അച്ഛൻ വന്നാൽ എന്നെ തല്ലൂമല്ലോ കൃഷ്ണ, അച്യൂത ഊണു കഴിച്ചിടായിൽ. ഊണ് കഴിക്കൂല്ലെങ്കിൽ എല്ലാവരും എന്നെ ചീത്ത പറയാം, അച്ഛൻ അടിക്കും. തന്റെ പോരായ്മ കൊണ്ടാണ് പാവം ഗുരുവായൂരപ്പൻ എന്ന ഉണ്ണി ഊണ് കഴിക്കാത്തത് എന്ന് ആ ഉണ്ണി വിചാരിച്ചു. അവസാനം ഗുരുവായൂരപ്പൻ തോറ്റു. എന്താ നമുക്കറിയാം, ഭഗവാൻ തന്നെ ആ ഉണ്ണി പറഞ്ഞതനുസരിച്ച് അറിയാതെ വിഗ്രഹമാണെന്ന് മറന്ന് വായ പൊളിച്ചു. ഉണ്ണിയെല്ലാം ഉള്ളിലുള്ളതൊക്കെ ഉണ്ണിക്കണ്ണന് കൊടുത്തു. പാത്രം പൂറത്തേക്കു വെച്ചോരു നേരത്ത് അപ്പോഴാണ് വിവരറിഞ്ഞത്. ആഹാ, ഉണ്ണി മിടുക്കനാണല്ലോ. ഒരു ദിവസം പൂജ കിട്ടിയപ്പോ ശ്രീലാകത്തിരുന്ന് ഒക്കെ കഴിച്ച് ഇത്രനവധി ചോറുന്നോ ഈ ഉണ്ണി? പാത്രം പുറത്തേക്ക് വെച്ചിരിക്കണു. ബാക്കിയുള്ള പാത്രത്തിന്റെയും ചോറിന്റെയും അവകാശികളാണ് എന്ന് ധരിച്ചിരുന്നവര് അതിന്റെ പേരിലായി ഉണ്ണിയെ ശകാരിക്കല്. ഇപ്പൊ എന്തായി? അച്ഛൻ വന്നാ തല്ലും. അതിനാ എല്ലാവരും പറയണത്, അച്ഛങ്ങട് വരട്ടെ, കാണിച്ചു കൊടുത്തേക്കാം, അടി കൊള്ളിപ്പിക്കുന്ന സംശയമൊന്നുമില്ല. അപ്പൊ ഗുരുവായൂരപ്പൻ പാവം നിസ്സഹായനായി. വിഗ്രഹമാണ്, മിണ്ടാൻ പാടില്ല, ഇങ്ങനെ നിൽക്കുകയാകാവൂ എന്നുള്ളതൊക്കെ മറന്ന് ഉണ്ണിയെ തല്ലണ്ട ഉണ്ടതു ഞാൻ എന്ന് പറയേണ്ടി വന്നു ഗുരുവായൂരപ്പന്. എന്താ അത്? പ്രേമപൂർവം നിഷ്കളങ്ക ഭക്തന് സമർപ്പിക്കുന്നത് എന്തായാലും അവിടത്തേക്ക് ഊണ് കഴിക്കാതെ വയ്യ. രാമായണത്തിൽ ശബരി കൊടുത്തത് ആ നിഷ്കളങ്കതയുടെ ഉരുളയാണ്, ഭക്ഷണ സാധനാണ് അല്ലേ. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഒരു പഴക്കച്ചവടക്കാരി വന്ന് കൊടുത്തതും ആ നിഷ്കളങ്കതയുടെ പഴായിരുന്നു ഉണ്ണിക്കണ്ണന്റെ കയ്യില്. പിന്നെ ഭഗവാന്റെ ദൃഷ്ടിയിൽ ഇപ്പൊ പൂതന കൊടുത്ത വേഷവും അതുപോലെ തന്നെയാണെങ്കിലും നമുക്ക് സാധാരണക്കാരനായ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഈ ശബരി കൊടുത്ത പഴവും ഉണ്ണിക്കണ്ണന്റെ കയ്യിലെ പഴക്കച്ചവടക്കാരി കൊടുത്ത പഴവും ഭഗവാൻ വാങ്ങിച്ചു ഊണ് കഴിച്ചതാണ് കൂടുതൽ ഉള്ളിൽ തട്ടുന്നതായിട്ട് തോന്നുക അല്ലേ. അപ്പൊ രാമന്റെ കാലത്തെ ശബരിയും കൃഷ്ണാവതാര കാലത്തെ അതേപോലെ ഏതോ ഒരു കാട്ടാള സ്ത്രീ ശബരിയും കൊടുത്ത പഴങ്ങളുടെ കഥ ഏറ്റവും വലിയ പൂജയായിട്ട് ഉദ്ധവൻ അറിയാം. അതുകൊണ്ട് ഉദ്ധവൻ ഇന്നത്തെ അധ്യായത്തിലെ ശ്ലോകതാണല്ലോ, ക്രിയായോഗം സമാചക്ഷുവ എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പനോട്. ഭഗവാന്റെ ഉപദേശങ്ങള് പൂർണ്ണമായിട്ടും കേട്ടുകൊണ്ടിരിക്കെ അതുവരെ പറഞ്ഞതെല്ലാം പൂർണ്ണമാക്കി ഭഗവാൻ എന്ന് ഏകദേശം മനസ്സിലായപ്പോൾ ഇവിടുത്തെ പൂജിക്കുന്ന കാര്യം ഒന്ന് പറയണം എന്ന് അമ്മയോട്, ഉണ്ണികൃഷ്ണനെ പൂജിച്ചിട്ട് അവിടുന്ന് ഊണ് കഴിക്കണില്ല, ഞാനിപ്പോ ഒന്നില്ല എന്ന് വാശി പിടിച്ചിരുന്ന ആ കുട്ടിത്തം, ആ നിർമ്മല ഹൃദയം ഇവിടെയും വ്യക്തമാവും. പൂജ പറഞ്ഞു തരൂ ഭഗവാന്. അവിടുന്ന് തന്നെ അവിടുത്തെ പൂജിക്കുന്ന വിധി പറഞ്ഞു കേൾക്കാൻ അടിയനൊരു കൗതുകം. അപ്പൊ അതിനു മുമ്പ് എന്തൊക്കെ 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 ഉദ്ധവന് പറഞ്ഞു കൊടുത്തു അത് നമ്മൾ അനുസ്മരിക്കാം. ഏകദേശം ഒരു ഭാഗം ആദ്യം പറഞ്ഞുല്ലോ. അപ്പോ ഉദ്ധവൻ ചോദിച്ചത് എന്താ ഭഗവാനോട്? ആദ്യം തന്നെ, ഭഗവാനെ, അവിടുത്തെ ആശ്രയിച്ച അടിയനോട്
എല്ലാവരോടും ഇവിടുന്ന് പോവാൻ പറയണത് കേട്ടു, ബ്രഹ്മാവിനോടും പറയണത് കേട്ടു. ഞാൻ പോവാ ബ്രഹ്മാവേ, ഇവിടെയുള്ള എൻ്റെ കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചിട്ട് പ്രഭാസത്തിലേക്കും അതേപോലെ ഓരോ സ്ഥലത്തേക്കും തീർത്ഥയാത്ര ആയിട്ട് പോകണം. തീർത്ഥയാത്രയിൽ സജ്ജനങ്ങളെ കാണാം. ഇപ്പൊ നിങ്ങൾ സജ്ജനങ്ങൾ ഇവിടെ വന്നവരെ അപമാനിച്ച് ശാപം വാങ്ങിച്ച് കയ്യിൽ വെച്ച് അതാരും അറിഞ്ഞിട്ടില്ല എന്ന് വിഡ്ഢിത്തം വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ശാപം വാങ്ങിച്ചതും നിങ്ങൾ നശിക്കാൻ തയ്യാറായിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കണു. അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യണം എന്നുള്ളവരത് ചെയ്യാം. ഞാൻ പണ്ടേ 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 നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യാദവന്മാരോട് പൊതുവെയുള്ള ഗൗരവം പൂർണ്ണമായ ഭഗവാന്റെ പ്രഭാഷണമാണ്. മറ്റൊന്നുമല്ല, സജ്ജനങ്ങളെ നിന്ദിക്കരുത്. ഓർമ്മയുണ്ടോ പണ്ട് ഇവിടെ ഒരു മൃഗന്റെ കഥ നമ്മുടെ ഉദ്യാനത്തിൽ നടന്നത്? ഉദ്യാനത്തിലെ കിണറിൽ വെള്ളമില്ലാന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ഓന്തിനെ കണ്ടു, മുകളിലേക്ക് പിടിച്ചിട്ടു. ഓന്ത് സംസാരിക്കുന്ന സമയത്ത് എന്നോട് അയാള് രാജാവായി നിന്നുകൊണ്ട് പറഞ്ഞു, മൃഗോ നാമ നരേന്ദ്രോഹം, ഇക്ഷ്വാകുവംശത്തിലെ മൃഗനെന്ന ഏറ്റവും വലിയ ദാനപതിയായിരുന്നു ഞാൻ. അയ്യോ ഭഗവാനെ, പിടിത്തോടായിട്ട് വെറുതെ പറയല്ല, അതിശയോക്തി പറയല്ല, ഞാൻ ചെയ്ത ദാനത്തിന് ഒരു കയ്യും കണക്കൂല. അപ്പൊ ഭഗവാൻ തിരിച്ചുകൊണ്ട് വെച്ചു, അതാണോ ഈ ഓന്തായത്? ഓന്തർസൽ 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 ഓന്തർസൽ. എന്താ പോയി പറഞ്ഞ ഓന്തോ എന്ന ആൾക്ക് തെറ്റിദ്ധരിക്കാൻ തോന്നും. ഓം എന്താണെന്നറിയില്ല, തൽ സൽ ഇതൊന്നും അറിയില്ല. നമ്മൾ ഇന്നിപ്പോ ആ സ്റ്റാൻഡേർഡ് എത്തിയിട്ടുണ്ട്. ഓന്തർസൽ 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 എന്ന് പറയാന്നല്ലാണ്ട് ആ ഓന്ത എന്നുള്ള ശബ്ദം കേൾക്കുന്നല്ലാണ്ട് ഓം എന്നോ തൻ എന്നോ സത് എന്നോ ഉള്ളതിന്റെ സത്തായ ആ അർത്ഥം അതൊന്നും നമുക്കറിയില്ല. കർമ്മങ്ങൾ കുറെ ചെയ്യാൻ ധരിച്ചിട്ടുണ്ട്. ഹൗ, ഞാൻ എത്ര ഓന്തർസലാ ചെയ്തിരിക്കണേന്നറിയോ, എത്ര ദാനാ ഞാൻ ചെയ്തിരിക്കണേന്നറിയോ, അത്ര കേവനാ ഞാൻ എന്നൊക്കെ പറയും. അത് മൃഗനും പറഞ്ഞു ഭഗവാന്റെ മുമ്പില്. ഭഗവാൻ ചോദിച്ചപ്പോ കാര്യം ചെന്നത് അബദ്ധായമിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റി. അതും പിടിച്ചോട് പറയാലോ. ചെയ്ത ദാനത്തിന് കയ്യും കണക്കില്ല എന്നുള്ള നിലയ്ക്ക് അബദ്ധം പറ്റിയത് മറ്റൊരാളുടെ പശുവിനെ എൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചു കൊടുത്തതാണ്. അപ്പൊ രണ്ടുടമസ്ഥന്മാരും കൂടി, ഞാൻ ദാനം ചെയ്ത വാങ്ങിയ ആ മഹർഷിയും ബ്രാഹ്മണനും, ആദ്യം അത് വാങ്ങിച്ചു കൊണ്ടുപോയ ബ്രാഹ്മണനും കൂടി തമ്മിത്തല്ല എൻ്റെ മുമ്പിൽ വഴക്ക് തീർക്കാൻ വന്നു. അവസാനം ഞാൻ വഴക്ക് തീർക്കാനാവാതെ വിഷമിച്ചു. രണ്ടാളും വാശിക്കാരാ. എൻ്റെ അവസാന സമയമായി യമദേവന്റെ മുമ്പിലെത്തി. അപ്പോഴും ഭഗവാനെ, യമദേവൻ ഞാൻ ദാനം ചെയ്ത ആളാണെന്നൊക്കെ ഉള്ളത് എനിക്ക് ഇരിക്കുവോ എന്നൊക്കെ പറഞ്ഞ എന്നെ ഇരുത്തി. എന്നിട്ട് യമദേവൻ എണീറ്റെന്ന് എന്നോട് ചോദിച്ചു, അനവധി പുണ്യമുണ്ട്, അവിടത്തേക്ക് ഇത്തിരി പാപമുണ്ട്, ഏതാ ആദ്യം അനുഭവിക്കണത് എന്ന്. ഞാനപ്പോ പറഞ്ഞു, ആ പാപം ആദ്യങ്ങൾ അനുഭവിച്ചേക്കാം എന്ന്. അത് പറയേണ്ട താമസം പതയേതി എന്നാ കിടക്ക കിണറ്റിലെ ഓന്തായിട്ട് ഇതുവരെയുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒന്നും കണ്ടില്ല അന്തകന് ശിക്ഷ അനുഭവിക്കാനായിട്ട് ഞാൻ വളരെ കാലം ഈ കിണറില് ഓന്തായിട്ട് കിടന്നു. ഇവിടുന്ന് വന്ന് കരസ്പരിശ മാത്രേണ അവിടെ അടിയന്റെ ശരീരത്തിൽ തൊട്ടു. അടിയനിതാ ഇനി ഈ ദാനാദികളാകുന്ന കർമ്മമാർഗത്തിൽ ഭ്രമിക്കാതെ അവിടുത്തെ ശൃണ്വൻ സുഭദ്രാണി രഥാംഗവാണേർമാനി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേ അസംഗ. ഒന്നിനോടും ബന്ധമില്ലാതെ ആത്മാ സ്വരൂപനായ അവിടുത്തെ തന്നെ ശ്രദ്ധ വെച്ച് നിസ്സംഗനായി നടക്കാൻ മോഹിക്കുന്നു. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭഗവാൻ തിരിച്ചു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. ഇയാൾക്ക് കുറെ മാറ്റം വന്നൂലോ. ആദ്യം ഭഗവാനോട് പറഞ്ഞ
ദുരഹങ്കാരവും ഭാവവും ഒക്കെ നാമം ജപിച്ച് അടക്കി വിനയാന്വിതനായി നാമം ജപിച്ച് നടന്നു. മുക്തസംഗോ മഹീമേധാം ആത്മാരാമ ചചാരഹ. ആ ഓന്തായി കിടന്നാളും മുക്തസംഗനായിട്ട് ആത്മാരാമനായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. അപ്പോ ആ ഓന്തിന് വന്ന മാറ്റം ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് പറയാറുണ്ട്, ശ്രദ്ധിക്കണേ, സജ്ജന നിന്ദ കൊണ്ട് അയാൾ ഓന്തായി മാറി. പിന്നെ നമ്മളൊക്കെ അദ്ദേഹത്തെ പാവം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തേ എന്ന് ഭാവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റം വന്നു, നാമം ജപിച്ച് നടക്കാറായി. അപ്പൊ ആത്മാരാമനാവാൻ, മുക്തസംഗനാവാൻ ഏറ്റവും നല്ലത് ഭഗവാന്റെ തിരുനാമങ്ങൾ തന്നെയാണ്. ഏകാദശ സ്കന്ധം നിരവധി ഉപദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ പാടുക എന്നുള്ളതിലേക്കാണ് അത് ഗൗരവപൂർവം വിരച്ചു കൊണ്ടുള്ളത്. ഗൗരവം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വളരെ ഗൗരവമായ കാര്യം എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, ആദ്യത്തെ അർത്ഥം. പിന്നെ ഗുരോഹോ ഇതം, ഗുരുവിന്റെ വാക്യം, ഏറ്റവും ഗൗരവമേറിയ വാക്യം. അത് ഭാഗവതത്തില് ഭഗവാൻ തന്നെ സ്വമുഖേന ഏവ ഉദീരിതാഹ, സ്വന്തം മുഖം കൊണ്ട് പറഞ്ഞതായിട്ട് ഇവിടെ കാണാം. ഭാഗവതം ഏകാദശം 7-ാം അധ്യായം മുതൽ 29-ാം അധ്യായം വരെ എന്നാണ് നമ്മൾ പറയുക. എന്നാൽ 7-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളോ അതും അതെ. ഭഗവതാ പ്രോക്ത ഉപായാഹി ആത്മലബ്ധയേ ഹി, ആത്മലാഭത്തിന് ഭഗവാൻ നേരിട്ട് നൽകിയ ഉപദേശങ്ങള്. അതാണ് ഏകാദശത്തിന്റെ മഹത്വം. ഏകദേശം പറഞ്ഞു എന്നല്ല, നേരിട്ട് ഭഗവാൻ സമ്പൂർണമായി പറഞ്ഞത് ആത്മലാഭത്തിന് വേണ്ടി, മുക്തസംഗനാവാൻ വേണ്ടി. ഇതേ ഭൂമിയില് ഇന്നലെ വരെ ഉണ്ടായിരുന്ന രീതിയിലല്ല ഇനി ഇവിടുന്ന് അങ്ങടെ എന്റെ ജീവിതം എന്ന് തീരുമാനിക്കാൻ ഭഗവാന്റെ നാമത്തിന് കഴിയും. അതാണ് ഏകാദശ സ്കന്ധം 2-ാം അധ്യായത്തില് ഭാഗവത ധർമ്മങ്ങൾ എന്ന പേരിൽ പറയണത്. അപ്പൊ നവയോഗികൾ പറഞ്ഞ ഭാഗവത ധർമ്മങ്ങളും ഭഗവാൻ സ്വന്തം മുഖം കൊണ്ട് പറഞ്ഞത് തന്നെയാണ് നവയോഗികൾ പറയണത്. ഋഷഭദേവനായി അവതരിച്ച ഭഗവാൻ, നാഭിയുടെ പുത്രനായി അവതരിച്ച ഭഗവാൻ സ്വന്തം മുഖം കൊണ്ട് തൻ്റെ 100 മക്കൾക്കും ഉപദേശിച്ചു. ആ 100 മക്കളും അത് ഉൾക്കൊണ്ടു. അതിൽ കവിർഹരിർ അന്തരിക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിരുഹോത്രോധ ദ്രുമളശ്ചമസക്കരഭാജന, ഈ 9 പേരും ഋഷഭദേവന്റെ മക്കള് സാക്ഷാൽ ഭരതന്റെ മുൻപിലുള്ളവര്, ജ്യേഷ്ഠന്മാര് ആയിട്ട് അവര് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോ ഋഷഭദേവന്റെ മക്കളായ ഈ ഭാഗവത ധർമ്മോപദേശകന്മാരുടെ ഉപദേശം ലോകപ്രസിദ്ധമാണ്. നാരദൻ അതാണ് സാക്ഷാൽ വസുദേവർക്ക് ഭഗവാൻ വെറും അങ്ങ് വിചാരിക്കുന്നത് പോലെ അങ്ങയുടെ മക്കൾ മാത്രല്ല, പലതവണ അങ്ങയ്ക്ക് ഭഗവാൻ മകനായിട്ട് വന്നത് അവതാരത്തിന്റെ അന്ന് അർദ്ധരാത്രി കംസന്റെ ഭൃത്യന്മാരോണെന്ന് എണീക്കണതിന് മുമ്പ് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മേ അച്ഛാ നിങ്ങൾ എന്നെ മകനായിട്ട് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് അത് പലതവണ നേടി. അതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഉണ്ണിയായിട്ട് വാമനനായിട്ട് വന്നത് ഓർമ്മിക്കണില്ലേ, വൃഷ്ണിഗർഭനായിട്ട് വന്നത് ഓർമ്മിക്കണില്ലേ? ഓർമ്മിപ്പിച്ചു കൊടുത്തു ഭഗവാൻ. ഭാഗവതം വായിക്കുന്ന, ഭാഗവതം കേൾക്കുന്ന, ഭാഗവതത്തെ കേൾക്കാൻ വായിക്കാൻ ശ്രമിക്കുന്ന, മോഹിക്കുന്ന, കൊതിക്കുന്ന ആളുകൾക്ക് പോലും ഇതാണ് ഭാഗവതം പറയണത്. നിങ്ങളിപ്പോ ആദ്യമായിട്ട് ആ ഭാഗവതം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. എത്രയോ 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 തവണ നിങ്ങൾ ഭാഗവതം കേട്ടിരിക്കുന്നു, നാമം ജപിച്ചിരിക്കുന്നു. ആ നാമം ജപിച്ചതിൻ്റെയും ഭാഗവതം കേട്ടതിൻ്റെയും ഒക്കെ പുണ്യമാണ് ഇപ്പൊ നിങ്ങൾക്ക്
ഭാഗവതത്തിന്റെ മുമ്പിൽ, നാമത്തിന്റെ മുമ്പിൽ വരാൻ പറ്റണതും നാമം ജപിക്കാനോ ഭാഗവതോരധ്യായം കേൾക്കാനോ പറ്റണത്. വൈ ഭഗവതാ പ്രോക്താ ഉപായാഹി ആത്മലബ്ധയേ, ആത്മലാഭം. ഓഹോ, എനിക്ക് ഇങ്ങനെയൊക്കെ ചില ലാഭം ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ട്, അത് മറന്നു. എന്നതോ വീണ്ടും ഓർമ്മിപ്പിക്കാം. അതാണ് ഓരോ നാമങ്ങളും, ഭഗവാന്റെ നാമങ്ങൾ ഓരോന്നും പണ്ടുണ്ടായ നേട്ടങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അജാമിള മോക്ഷത്തിൽ നമുക്കറിയരുതേ, നാമമാഹാത്മ്യം പറയണതാണ് അത്രേ അജാമിള മോക്ഷം. അവിടുത്തെ കഥ എന്താ? എത്രയോ മോശമായ രീതിയിൽ അദ്ദേഹം അധപ്പതിച്ചു പോയിട്ടും നാരായണ എന്ന 4 അക്ഷരങ്ങള് 4 രൂപത്തില് 16 കൈകളോടെ അജാമിളനെ കൊണ്ടുപോവാൻ തയ്യാറായിട്ട് വന്നു. അന്തകദൂതന്മാരാകെ ഞെട്ടി. അവര് 3 പേരും 6 കൈകളുള്ളവരാണ്. പിടിച്ചു വലിച്ച് ഇയാളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു വന്നപ്പോ ദേ പറയണു 16 കൈകൾ തടയണു. അത് ശരി. അപ്പൊ പിന്നെ നിവൃത്തിയില്ല. നാമമാഹാത്മ്യം ഭാഗവതത്തിൽ അജാമിള മോക്ഷത്തിൽ അവരുടെ നാവ് കൊണ്ട് പറയിപ്പിച്ചത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പൊ ഏതൊക്കെ സമയത്ത്, ഏതൊക്കെ രൂപത്തില്, എവിടെ നിന്നെല്ലാം ഭഗവാന്റെ ഹസ്തങ്ങള് നമ്മളെ രക്ഷിക്കാൻ നീണ്ടുവരും നമുക്കറിയില്ല. അജാമിളന് സ്വന്തം കുട്ടിയുടെ നാമത്തിന്റെ പേരിലാണ് വന്നത്. ആ നാമത്തിന് 4 അക്ഷരായതുകൊണ്ട് 4 പേര് വന്നു. ആ 4 പേർക്കും 16 കൈകളുണ്ട് അജാമിളനെ രക്ഷിക്കാൻ. ഇങ്ങനെയാണ് ഇരട്ടിച്ചിരട്ടിച്ചു പോണത് ഭാഗവത നാമ മാഹാത്മ്യങ്ങള്. ഇതൊക്കെ നമുക്കുള്ളതാണ്. ഒരു നാമം ജപിച്ചവർക്ക്, ഒരു തവണ ഭാഗവതം വായിച്ചവർക്ക്, ഏതെങ്കിലും ഒരു ശ്ലോകം അനുസ്മരിക്കാൻ സാധിക്കുന്നവർക്ക്, എന്തിനാ നമ്മളറിയാം, കൊച്ചു കുട്ടിക്കാലത്ത് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഒരു ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ മറ്റൊരു ശ്ലോകം. ഇത് ഭാഗവതത്തിലാണെന്നൊന്നും കുട്ടിക്കാലത്ത് ജപിക്കണ സമയത്ത് കൃഷ്ണായ വാസുദേവായ ചൊല്ലു, നമസ്കരിക്കൂ എന്ന് പറയുമ്പോ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെയാണ് ഭഗവതാ പ്രോക്താ ഉപായാഹ. ഹായ്, ഭാഗവതത്തിന്റെ 7 വാക്യമതേ കുന്തിദേവി സ്തുതിക്കുന്നു ഭഗവാനെ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പൊ എനിക്കിത് കുന്തിദേവിയുടെ ശ്ലോകമാണെന്ന് പോലും അറിയാതെ ഞാൻ ജപിച്ചിട്ടുണ്ടല്ലോ തോന്നുകയും ഇല്ലേ. രാജസൂയത്തിലെ ജരാസന്ധന്റെ ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ കൂട്ടസ്തുതിയിലും ഇതേ ശ്ലോകം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ നമോ നമഃ പ്രണതക്ലേശനാശായ നമോ നമഃ അലയടിച്ചു കേൾക്കുമ്പോ അവര് അനേകം രാജാക്കന്മാരെ, എത്രയാ, കോടിക്കണക്കിന് എന്ന് പറയാ, എന്തായാലും ജയിലിൽ കിടന്ന് എല്ലാം മറന്ന് ഭഗവാനെ കണ്ട സമയത്ത് ആ അനുഗ്രഹ വിശേഷത്തിന്റെ മുമ്പില് ഏതൊക്കെയോ നാമങ്ങൾ അവർ ജപിച്ചു. അവരുടെ കുട്ടിക്കാലത്തെ ഉള്ളിന്റെ ഉള്ളില് ഉണ്ടായിരുന്ന നാമങ്ങളാണ് അവർ ഭഗവാന് സമർപ്പിച്ചു കൊടുത്തത്. ഇതുപോലെ ഭഗവാൻ ചില ഉപായങ്ങള് ഭഗവതാ പ്രോക്താ ഉപായാഹി ആത്മലബ്ധയേഹി, അവനവന്റെ നേട്ടം, അവനവന്റെ നേട്ടങ്ങളുടെ ഒരു പൂർണ്ണരൂപം മറന്നുപോയതാണെങ്കിലും ഓർമ്മിപ്പിക്കാൻ ഭാഗവതം എപ്പോഴും തയ്യാറാണ്. ദേവകീ വസുദേവന്മാർക്ക് പോലും പണ്ട് നാരദൻ സമന്തപഞ്ചക തീർത്ഥക്കരയിൽ വെച്ച് ഉപദേശിച്ചതാണെങ്കിലും ഇപ്പോ ഈ നവയോഗികൾ പറഞ്ഞു കൊടുത്ത കഥ നാരദൻ വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോഴാണ് തന്റെ കൃഷ്ണനെ, തന്റെ രാമനെ ഇനി ഒരിക്കലും വെറും കുട്ടികളായിട്ട് കരുതിയാ പോരാ. ലോകത്തിന്റെ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ച് രമിപ്പിക്കുന്ന ഈശ്വരന്മാരായിട്ട് തന്നെ കാണണം. ഗർഗൻ, രാമൻ, കൃഷ്ണൻ
എന്ന് രണ്ടുപേർക്കും പേരിട്ടപ്പോഴൊന്നും പാവം വസുദേവൻ ഇല്ല. വസുദേവനാണെങ്കിൽ കുറെ അധികം പാണ്ഡിത്യണ്ട്, സംസ്കൃത പദങ്ങളൊക്കെ അറിയാം, ക്ഷേമാവും സ്തുതി എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ഇതൊന്നും അറിയാത്ത നന്ദഗോപർക്കും യശോദിക്കുകയാണ് ഗർഗം പറയണത്. അദ്ദേഹത്തിന് രാമൻ എന്ന് പേരിടാം, ഈ കുട്ടിക്ക് കൃഷ്ണൻ എന്നും പേരിടാം. കൃഷ്ണൻ നിറാണല്ലോ, കറുപ്പ് നിറായതുകൊണ്ട് ശ്യാമസുന്ദര എന്നാ ഗോപികളെ വിളിക്കുക. അത് ഓർത്തുകൊണ്ടാ ഗർഗം പറയണത്. ഈ ശ്യാമന കൃഷ്ണൻ കൃഷിധാതു നകാരാഭ്യാം സത്താനന്ദാത്മതാം. യശോദയും നന്ദഗോപരും മുഖത്തോട് നോക്കുന്നുണ്ട്. കറമ്പൻ എന്നാണ് ഇപ്പോ മഹർഷി പറയണത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ ശ്യാമവർണ്ണത്തിന്, കറുപ്പിനെ ലോകത്തിൽ എവിടെയുള്ളതിനെയും ഇല്ലാതാക്കാനുള്ള ശക്തിയാണ് എന്ന് പ്രത്യേകം പറയണു. സത്താനന്ദാത്മതാം കിലാഭിലവൽ കൃഷിധാതു നകാരം. കൃഷ് എന്ന ധാതു നകാരം കൂടിച്ചേരുമ്പോൾ എത്രമാത്രം എത്രമാത്രം. നമ്മൾ പറയാറില്ലേ, വിളക്ക്, വിളക്കിലെ എണ്ണ, തിരി, ഇതൊക്കെ ഇട്ടു. എന്താ കഴിഞ്ഞ വിളക്ക് വെക്കല് പോരാ, വിളക്ക് വെക്കലും തിരിയിടലും ആയാ പോരാ, കൊളത്തണം വേണ്ടേ, ദീപനാളം വരണം, അപ്പോളേ വിളക്ക് വെച്ച ഫലം ആവുന്നു, പൂർണ്ണാവുന്നു. ഇതുപോലെ കൃഷ്ണ രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സച്ചിദാനന്ദ അനുഭവം, അത് തന്നെയാണ് രമയതീതി രാമ, രാമന്റെ പേരിന്റെ അർത്ഥം എന്ന് അന്ന് പറഞ്ഞപ്പോ ഒന്നും നിശ്ചയില്ലാത്ത നന്ദഗോപർക്കും യശോദയ്ക്കും ഒക്കെ എന്തൊക്കെയോ മനസ്സിലായി. അവിടെ പരീക്ഷിത്ത് നേരിട്ട് ശ്രീശുഖനോട് ചോദിക്കുന്നുണ്ട്, ഗുരുനാഥ, എന്തൊക്കെയാ അമ്മയ്ക്കും അച്ഛനും അപ്പ മനസ്സിലായത്? അതോ ഉണ്ണി മഹാകേമനാവുന്ന അപ്പ ഗർഗം പറഞ്ഞതേ? യശോദ ചോദിക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക്, എന്താ അപ്പൊ മഹർഷി പറഞ്ഞതിന്റെ അർത്ഥം? നന്ദഗോപൻ പറയും, ഉണ്ടാതിരിക്കൂ, മഹർഷി പറയണത് കേൾക്കുക. അദ്ദേഹം അതൊക്കെ എഴുതി ജാതകം ആക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും, നമ്മൾ അത് എടുത്തു വെക്കുക, ശ്രദ്ധിച്ചാ മതി. അങ്ങനെ മഹർഷി പറഞ്ഞതൊക്കെ എഴുതി ഭഗവാന്റെ ജാതകം എന്ന മട്ടില് കെട്ടി സൂക്ഷിച്ചു വെക്കണേ. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, തുറന്നു നോക്കിയിട്ടില്ലോ ഇതേവരെ ഇല്ല. ഇതൊക്കെയാ നമ്മുടെ അവസ്ഥ അല്ലേ? ഭാഗവതം വാങ്ങിച്ചു, ഗോപാൽ നായരുടെ പുസ്തകം തന്നെ ഞാൻ വാങ്ങിച്ചു. പുതിയതിപ്പോ കിട്ടാല്ല എന്ന് പറഞ്ഞ് രണ്ടാമത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ അത് മേടിച്ചു. വൈശ്രവണന്റെ പുസ്തകവും മേടിച്ചു, ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നോക്കുക, അതങ്ങൾ കഴിഞ്ഞില്ല. ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത്രേ ആവണുള്ളൂ. യശോദാനന്ദന്മാർക്ക് ജാതകമൊക്കെ ഇട്ട് വായിച്ചു നോക്കാൻ സമയമില്ല. പക്ഷേ ഭാഗവതം പറയണില്ലേ, ദശമസ്കന്ധത്തില് ഓരോന്നും 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 എന്തൊക്കെയാണോ ഗർഗൻ പറഞ്ഞത് അതിന്റെ അർത്ഥം ഓരോന്നും ഭഗവാൻ അഭിനയിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നില്ലേ? അവിടെ ഭഗവതാ പ്രോക്താ ഉപായാഹ, ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ കേമന്മാരായ ആളുകളെ അറിയണ പോലെ പറഞ്ഞത് നമുക്ക് വേണ്ട പോലെ ആസ്വദിക്കാൻ അറിയില്ലെങ്കിലും ഭഗവാൻ കുട്ടിയായിട്ട് ഓടി നടന്ന് അത് കട്ടു, വെണ്ണ കട്ടു, പാല് കട്ടു. എന്തിന്? ശ്രീശുഖ ബ്രഹ്മർഷി ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. പൂജാമുറിയിൽ ഇങ്ങോട്ട് വന്നിട്ടേ അവിടെ ഇരിക്കുന്ന സാളഗ്രാമം ഒക്കെ എടുത്ത് വായിലിടും. അച്ഛാ, ശർക്കരയ്ക്ക് ഒട്ടും മധുരമില്ല, മധുരമില്ലാത്ത ശർക്കര ഇവിടെ വേണ്ട, വലിച്ചെറിയാത്രേ. സാളഗ്രാമം എടുത്ത് വായിലിട്ടിട്ട് ശർക്കര പൊട്ടിന് മധുരമില്ല എന്ന് പറഞ്ഞ് കളയോ? അയ്യോ ഉണ്ണി, അത് കളയരുത്, അത് അഭിഷേകം ചെയ്ത് പൂജിക്കാനുള്ളതാണ്. അതെയോ? നിന്ന നിലയ്ക്ക് എല്ലാറ്റിനും അഭിഷേകം ഉണ്ണിയുടെ വക. മൂത്രമൊഴിച്ചു എന്നല്ലേ നമ്മൾ പറയാ? അത് ഭഗവാന്റെ ഒരു സൂത്രാണ്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഭഗവാൻ എന്തൊക്കെ മനസ്സിലാക്കി കൊടുക്കാമോ അതൊക്കെ അച്ഛനമ്മമാരെ മനസ്സിലാക്കി കൊടുത്തു. ഇല്ലേ? ഉദ്ധവം വരുമ്പോ യശോദയും നന്ദഗോപരും ഇതൊക്കെ ഉദ്ധവനോട് പറഞ്ഞ് കരയുന്നുണ്ട്. കൃഷ്ണൻ വന്ന് സാളഗ്രാമം വായിലിട്ട് വായെന്നെടുത്ത് അവിടെ വെച്ച് അവിടെ നിന്ന് മൂത്രവും ഒക്കെ ചെയ്യും. മലമൂത്ര വിസർജനവും പോലും പൂജാമുറിയിൽ ചെയ്യത്രേ. എന്താ ചെയ്യ? അന്ന് ഞാൻ മഹാവികൃതി ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് വിചാരിച്ചു.
ഇന്നിപ്പോ ഉദ്ധവൻ പറയുമ്പോഴാണ് അതൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ, കുട്ടിക്കളിയായിട്ട് കാണിച്ചു തരാൻ അവിടുന്ന് ചെയ്തതാണ് എന്ന് ഉദ്ധവനും അതെ, നിങ്ങളുടെ ഒന്നും മകനോ ഉണ്ണിയോ ഒക്കെയാണ് കൃഷ്ണൻ എന്ന് മാത്രമായിട്ട് വിചാരിക്കണ്ട. സാക്ഷാൽ മധുരാനാഥൻ ഓരാ, ദേവന്മാരുടെയും കൂടി ദേവൻ ആണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കോളൂ. മനസ്സിലാക്കി കൊടുത്തിട്ട് ദേവേന്ദ്രൻ വന്ന് മൂക്കുത്തി കാക്ക എറിഞ്ഞു പോയപ്പോ 7 ദിവസം ചെറുവിരലുകൊണ്ട് പർവ്വതം പൊക്കിപ്പിടിച്ച് കാണിച്ചു കൊടുത്തപ്പോ ഗോവിന്ദന്റെ പേരുള്ള തന്റെ ഉണ്ണി രാമനും കൃഷ്ണനും ആരാന്ന് വാസ്തവത്തില് മനസ്സിലാക്കി കൊടുത്തതാണ്. എങ്കിലും കൃഷ്ണൻ നമ്മുടെ ഉണ്ണിയല്ല എന്നൊക്കെ വേദാന്തം ഉദ്ധവം വന്ന് പറയുമ്പോ അതല്ല യശോദയ്ക്കും നന്ദഗോപർക്കും ഒക്കെ കേൾക്കാനിഷ്ടം. ആ വലിയ ഈശ്വരൻ ഞങ്ങളുടെ ഉണ്ണിയായിട്ട് വന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചില്ലേ ഇത്ര കാലം, 12 കൊല്ലം 12 കൊല്ലം. അപ്പോ കൃഷ്ണൻ ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തില് നമ്മൾ കേട്ടുല്ലോ, കൃഷ്ണൻ പിന്നെ ഇങ്ങോട്ട് വൃന്ദാവനത്തിലേക്ക് വരലുണ്ടായില്ല. ബലരാമസ്വാമി കഷ്ടിച്ചു വന്ന് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ചു. ഇവർക്ക് അങ്ങോട്ട് ചെല്ലാനാ കൽപ്പന. ഞങ്ങള് സമന്തപഞ്ചക തീർത്ഥക്കരയിലാണ് യശോദയും നന്ദഗോപരും ഒക്കെ വന്ന് കൃഷ്ണനെ മതിയാവോളം കണ്ടത് നമ്മൾ കേട്ടു. അതിലത്തെ രംഗം പറയണത് അവസാനം എല്ലാവരും പൂവായി. അപ്പൊ എല്ലാവർക്കും മോഹം എന്താ പറഞ്ഞുല്ലോ, 16,108 ഭാര്യമാരുടെ ഭർത്താവ്, മക്കളും മക്കളുടെ മക്കളുമായിട്ടുള്ള ആളുടെ അച്ഛനും മുത്തച്ഛനുമായ ആള് യശോദയോടും നന്ദഗോപരോടും അടുത്തു വന്ന് എന്താ വേണ്ടത് അച്ഛനും അമ്മയ്ക്കും എന്ന് ഭഗവാൻ ഒടുവിൽ നമസ്കരിച്ച് ചോദിച്ചപ്പോ അവർ സന്തോഷത്തോടെ കൃഷ്ണന്റെ കൈ പിടിച്ച് പറഞ്ഞത് എന്താ? ഒറ്റ വാക്ക, കൃഷ്ണൻ ഒന്ന് ഞങ്ങളുടെ മടിയിലിരിക്കണം. ആര്? ഈ മുതുമുത്തച്ഛനോ, പ്രദ്യുമ്നാദികളുടെ അച്ഛൻ, അനിരുദ്ധാദികളുടെ മുത്തച്ഛൻ, അനിരുദ്ധാദികളൊക്കെ മക്കളുണ്ടെങ്കിൽ അവരുടെ മുതുമുത്തച്ഛൻ ആയ ഭഗവാൻ. നാലുപാടൊന്ന് നോക്കി ഉദ്ധവൻ ചിരിച്ചുകൊണ്ട് പുറത്തുണ്ട്. അമ്മേ ഡാ, അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ അമ്മയുടെ മടിയിലിരിക്കാം. അമ്മയും അച്ഛനും ചേർന്നിരിക്കൂ. രാമകൃഷ്ണന്മാര് ചെന്ന് യശോദയുടെ മടിയില് കയറി അവിടെ ഇരുന്നു. അന്ന് അവർക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ആനന്ദം എന്താവുന്ന ഭാവന ചെയ്യാൻ ഭാഗവതം ചോദിക്കുന്നു. പറ്റുമോ നമുക്ക്? ഭഗവതാ പ്രോക്ത ഉപായാഹി ആത്മലബ്ധയേ. അന്നവര് ആത്മലാഭം എന്താന്നറിഞ്ഞു, വിചാരിച്ചിട്ടില്ല. കൃഷ്ണൻ വന്ന് മടിയിലിരിക്കുന്ന. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത്രേ അമ്മേ, എന്നാ ഒരു മാമു തരണം, കുട്ടിക്കാലത്ത് തരാറുള്ളത് പോലെ ഉദ്ധവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉദ്ധവൻ ചോറെടുത്ത് അമ്മയുടെ കൈ കൊടുത്തു. മടിയിലിരിക്കുന്ന 2 കുട്ടികൾക്കും, രാമനും കൃഷ്ണനും, ആ ഘനശ്യാമ സുന്ദരൻ മാമൻ കൊടുത്തപ്പോ വാങ്ങിച്ചു കഴിച്ചു. അപ്പൊ ആ ഒരു രംഗം ലോകം മുഴുവനും കണ്ടതാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം അത് എത്ര വലുതായിരിക്കും എന്ന് ഓരോ രംഗത്തും നമുക്ക് കാണിച്ചു തന്നു ഉദ്ധവൻ. അത് കാരണം ദേവകീ വസുദേവന്മാർക്ക് അനുഗ്രഹം കിട്ടിയതും യശോദാനന്ദന്മാർക്ക് അനുഗ്രഹം കിട്ടിയതും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഭഗവതാ പ്രോക്ത ഉപായാഹ, ഭഗവാന്റെ മുമ്പില് ആത്മലാഭത്തിന് എന്താ വഴി എന്ന് ചോദിച്ചത്. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സുജനബന്ധുഷു മയ്യാവേശ്യ മന സമ്യക് സമദൃക് വിചരസ്വഗാം. എല്ലാറ്റിനെയും സ്നേഹിക്കുക എന്ന ഒരു സിദ്ധാന്തം, എല്ലാറ്റിനോടും ഉള്ള സ്നേഹം ഉപേക്ഷിക്കുക എന്നൊരു മറ്റൊരു സിദ്ധാന്തം. ഏതാ സ്വീകരിക്കേണ്ടത്? ഭഗവാൻ അതിനാ പറഞ്ഞത്. അതോ ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നുന്നതിനെയൊക്കെ ഉപേക്ഷിക്കുക, ഭഗവാൻ തന്നെയായതിനെ സ്വീകരിക്കുക. സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. നമുക്കതാണ്, നമുക്കുള്ള സ്നേഹം പലതായി 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 പലതായി
ചിന്നിച്ചെതറി സത്യം പറഞ്ഞാൽ ആർക്കും ഉപകാരമില്ലാണ്ട് പോവുക ചെയ്യണത്. അവനവനെ സ്നേഹിക്കാൻ വശാവണ ആദ്യം ആത്മസ്നേഹം, ആത്മബന്ധു. അതാണ് ഗുരുവായൂരപ്പൻ. അത് വശല്ലാതെ എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ, ഭാര്യയിലുള്ള ആത്മചൈതന്യത്തെ സ്നേഹിക്കുന്നില്ല. എന്റെ മകനെ സ്നേഹിക്കുന്നുണ്ട്, അവന്റെ ഉള്ളിൽ ആത്മചൈതന്യത്തെ കാണാൻ നമുക്ക് വശല്ല, അതിനെ സ്നേഹിക്കാൻ വശല്ല. ഇങ്ങനെ ഓരോന്നും അല്ലേ. അതല്ലേ നമ്മൾ പശുവിന് പാലില്ലാന്ന് തീർച്ചയായ അതിനെ അറക്കാൻ കൊടുക്കുന്നു നാണല്ലാണ്ട്. അപൂർവം ചിലരെ പറയാറുള്ളൂ, അത് ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഇവിടെ കിടന്ന് ചത്തോട്ടെ, കുഴിച്ചിടാം, എന്നാലും അതിനെ അറക്കാൻ കൊടുക്കുക വയ്യ എന്ന് പറയണവരെ എത്ര ആളുണ്ടാവും? അപ്പോ നമുക്കൊക്കെയുള്ള പോരായ്മ ഇതാണ്. അവനവന് കിട്ടുന്ന ലാഭത്തെ മോഹിക്കാം. അത് ഈശ്വരൻ തരുന്ന ഈശ്വരന്റെ പൂർണ്ണതയാണ് എന്ന് കാണാൻ കണ്ണില്ല. അവിടെയാണ് ഭഗവാൻ വിരൽ ചൂണ്ടിയത്. ഉദ്ധവൻ ചോദിച്ചെടുത്ത്, ഉദ്ധവ, എല്ലാ സ്നേഹവും എന്നിലേക്കാക്കണം. ഭാര്യയെ സ്നേഹിക്കല്ല, അത് എന്നെ സ്നേഹിക്കലാണ്. പശുവിനെ സ്നേഹിക്കലല്ല. പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്, നമ്മൾ വളർത്തുന്നുണ്ട്, അതിനെ സ്നേഹിക്കാണെന്ന് വിചാരിച്ചാൽ പോരാ, അതിൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ സ്നേഹിക്കുകയാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഉദ്ധവൻ ഭഗവാന്റെ ചോദ്യങ്ങളിൽ കൂടെ, ഭഗവാനോടുള്ള ചോദ്യങ്ങളിൽ കൂടെ ആദ്യം ഭഗവാൻ പറഞ്ഞത് എന്താ? വളരെ ഗംഭീരനായ ദത്താത്രേയന്റെ ഗീതം ഭഗവാനോട് ഉദ്ധവൻ ചോദിച്ചു. ഭഗവാന്റെ ഗീത ഉണ്ട്, മഹാഭാരതത്തിലെ ഭഗവത്ഗീത. അത് കാരണം ഇവിടെയും ഉദ്ധവന്റെ ചോദ്യം മുതൽക്കുള്ള 29-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾക്ക് ഉദ്ധവഗീത എന്ന ഏകാദശത്തിന് പേരെടുത്ത് പറയാറുണ്ട്. അവിടെ അർജുനന് വേണ്ടിയുള്ളതാണ്, ഇവിടെ ഉദ്ധവന് വേണ്ടി. അവിടെ ഭഗവത്ഗീത എന്നാണ് പേര്, ഇവിടെ ഉദ്ധവഗീത എന്നാണ് പേര്. എന്താ അത്? അവിടെ ഭഗവാനേക്കാൾ പ്രാധാന്യം ഭഗവാൻ കൊടുത്തു ഉദ്ധവന്. നോദ്ധവോന്വഭിമന്യൂന യൽ ഗുണേർനാർപ്പിത പ്രഭു അതോ മദ്വയിനം ലോകം ദർശയൻ ഇഹ ഇവിടെ നിൽക്കട്ടെ, ഇഹതിഷ്ഠതു. എന്റെ ഉദ്ധവൻ ഞാൻ പോയാലും ഇവിടെ തന്നെ നിൽക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭഗവാന്റെ ഉദ്ധവഗീത തുടങ്ങിയത്. അത് ആദ്യം ദത്താത്രേയ ഗീത, രണ്ടാമത് നമുക്കറിയാം ഗോപീഗീത ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ മൂന്നാമത് കാണാം ഹംസഗീതം ആയിട്ട് മാറുന്നുണ്ട്. നാലാമത് ഭഗവാൻ തന്നെ പറയുന്നു ഭീഷ്മഗീത. ഉദ്ധവ, ഞാൻ കുറച്ച് തനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ ഏറ്റവും ഒടുവില് ഭിക്ഷുഗീത, കുറച്ചു മുമ്പ് വായിച്ചു, 23-ാം അധ്യായം, വളരെ പ്രസിദ്ധാണ്. അത് കഴിഞ്ഞിട്ടോ അയളഗീത. ഇങ്ങനെ അനവധി 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 ഗീതങ്ങൾ ചേർന്നതാണ് ഭഗവാന്റെ മനോഹരമായ ഈ ഗാനാലാപനം, ഏകാദശം എന്ന ഗാനാലാപനം. മുക്തി ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യമന സമ്യക് സമദൃക് വിചരസ്വഗാം. ആ നിലയിലെത്തിയ ആളാണ് ഒരു ഉദാഹരണം ദത്താത്രേയൻ. എല്ലാറ്റിനെയും സ്നേഹിക്കും, ഒന്നിനെയും അധികം സ്നേഹിക്കില്ല. സ്നേഹിച്ച അവരെ അദ്ദേഹം പറയണ പേരുണ്ടാന്നു, ഐ ലവ് യു എന്ന് പറയാനായിട്ട് ഒരാളെ സ്നേഹിക്കലല്ലത്. പിന്നെയോ ഉള്ളിൽ ആരാധന, ദൂരെ നിന്ന് കൈകൂപ്പും. ആരെയൊക്കെയാ സ്നേഹിച്ചത് ദത്താത്രേയൻ? പൃഥ്വി, വായുർ, ആകാശം, ആവോ, അഗ്നി, ചന്ദ്രമാ, രവി, കപോത, ഓജകര, സിന്ധു, പതംഗോ, മധുർ, ഗജ, മധുഹാഹരണോ, മീന, പിങ്കള, കുരര, ഉർഭക, കുമാരി, സർപ്പ, ഉർണാഭി, സുഭേഷകർ. 24 ഗുരുനാഥന്മാരെ ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു. ശരി, ശരി, അങ്ങനെ തന്നെ വേണം. നമ്മൾ ഭ്രാന്ത് പറയണ പോലെ ദത്താത്രേയൻ പറഞ്ഞു എന്ന് വരില്ല. പക്ഷേ അദ്ദേഹം വെറും 4 പേരെ ഗുരുനാഥന്മാരായി കിട്ടിയ സമയത്ത് പ്രഹ്ലാദം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 4 പേര് ഗുരുനാഥന്മാരുണ്ടെന്ന്. അന്ന് 4 ഉണ്ടാവുള്ളൂ, പിന്നെ +20 20 ഗുരുനാഥന്മാരെയും കൂടി അദ്ദേഹം നേടിയിരിക്കണു. ഈ ഗുരുനാഥന്മാരെ അന്വേഷിക്കുന്ന ബുദ്ധി നമുക്കുണ്ടോ? നമുക്കറിയാം, ഈ പറഞ്ഞവരാരും ഇങ്ങോട്ട് വന്ന അവിടെ ഇരിക്കും, ഞാൻ ഇത്തിരി പറഞ്ഞു തരാം, കേട്ടോളൂ, ശ്രദ്ധിക്കണേ, അങ്ങനെ പറയല്ലോ. ഇദ്ദേഹം സ്വയം അവരെ നോക്കി അവരെന്നെ ഇത് പഠിപ്പിച്ചു,
സൂര്യൻ എന്നെ ഇത് പഠിപ്പിച്ചു, വെള്ളം എന്നെ ഇത് പഠിപ്പിച്ചു, വായു എന്നെ ഇത് പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ, ദത്താത്രേയൻ പറയണ വാക്കായിട്ട് ദത്താത്രേയൻ പറയാ, എന്നെ ഒരു വേശ്യ പഠിപ്പിച്ചു. ഈ ദത്താത്രേയൻ എന്ന സർവസംഘ പരിത്യാഗിയെ വേശ്യ വന്ന് പഠിപ്പിക്കേ? ആ ദത്താത്രേയൻ യദുവിനോട് പറഞ്ഞതാണ് ഉദ്ധവ. ദത്താത്രേയൻ പറയാണ്, വേശ്യയാകുന്ന പിങ്കളയുടെ കൊട്ടാരത്തില് ലോകപ്രസിദ്ധയായ വേശ്യയാണ് പിങ്കള. നമ്മൾ വാസവദത്തയുടെ കഥ പറയണില്ലേ, ഉപഗുപ്തന്റെ കഥ പറയണില്ലേ? അതുപോലെ അന്നത്തെ ദത്താത്രേയനും പിങ്കളയും വേശ്യയുടെ കൊട്ടാരത്തിലേക്ക് കടന്ന് അദ്ദേഹം അവിടെ ഒരു ദിക്കിന് ചുരുണ്ടുകൂടി. പിങ്കളയ്ക്ക് ബഹുമാനായി. ദത്താത്രേയൻ എന്ന ആ സിദ്ധൻ തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വിചാരിക്കാൻ പറ്റും ഒരു വേശ്യയ്ക്ക് അത്? വേഗം അവളെ അദ്ദേഹത്തിന് വിരിച്ചു കൊടുത്തു. അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കണില്ല, അവിടെ കിടന്നു. ഇതേവരെ അവളെന്താ പ്രതീക്ഷിച്ചിരുന്നത്? വേശ്യ, ഈ പിങ്കള നിർഗച്ഛന്തി പ്രവിശതി, നിർഗച്ഛന്തി പ്രവിശതി. ആരെങ്കിലും വരുന്നുണ്ടോ തനിക്ക് ഇനിയും പണം തരാൻ, കുറച്ചും കൂടി പണം തരാൻ? ചില ആളുകൾ വന്ന് ഇത്ര വരാഹം കൊടുക്കാന്ന് പറഞ്ഞാൽ പോരാ. അവരെയൊക്കെ കാശില്ലാത്തവര്, തനിക്ക് താൻ വിചാരിച്ചു കിട്ടണം. അങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞയച്ച് അദ്ദേഹം വന്ന് കിടന്നു. പിന്നെ നിശീതം സമപദ്യത, അർദ്ധരാത്രി കഴിഞ്ഞു. അവള് പോയി കിടക്കാറായപ്പോ ഈ ദത്താത്രേയന് തട്ടിയ കാറ്റ് അവളിലേക്ക് പതിച്ചത് കൊണ്ടോ എന്തോ അവൾക്ക് ആകെ മനംമാറ്റം വന്നു. ഞാൻ ഈ രാത്രിയായിട്ടും എന്ത് സുഖം അന്വേഷിച്ച് അവിടെ ഇങ്ങനെ കാത്തിരിക്കണേ? ആ സന്യാസി വര്യൻ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണു. എനിക്കോ നിശീതം സമപദ്യത, അർദ്ധരാത്രിയായിട്ട് ഉറക്കല്ല. പണം ചെയ്യാൻ എനിക്ക് ഇനിയും പണം വേണം. ആർഭാടല്ലേ ഇനിയും വേണം. അയ്യേ, ഇതിനൊരു അവസാനല്ലേ? ഇനിയും പണം വേണം, ഇനിയും ആർഭാടം വേണം, ഇനിയും സുഖം വേണം. അവൾക്കങ്ങോട്ട് ദേഷ്യം വന്നും വരുന്ന ആളുകളെ സൽക്കരിക്കാൻ വെച്ചിരുന്ന സകല പാത്രങ്ങളും വലിച്ചെറിഞ്ഞു. പൂവ്, മാല, കളഭം സകലതും വലിച്ചെറിഞ്ഞു. മദ്യം വരുന്നവർക്ക് കൊടുക്കണം, അതെല്ലാം വലിച്ചെറിഞ്ഞു. അവസാനം എവിടുന്നോ കിട്ടിയ ഒരു കാവ്യമുണ്ടോ പുതപ്പോ എന്തോ പുതച്ച് അവള് ദേഹം കിടന്നുറങ്ങാനടുത്ത് കൂടെ ഒരു ആലിന്റെ തിറക്കൽ വന്നിരുന്നു. അവള് പറഞ്ഞു, സ്വയം തന്നെ തന്നെ അവള് കണ്ടെത്തി എന്നർത്ഥം. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യമന സമ്യക് സമതി എന്ന നിലയിലേക്ക് അന്ന് ആ ദത്താത്രേയൻ കിടന്നിരുന്നിടത്തുനിന്ന് വന്ന കാറ്റ് തട്ടിയതുകൊണ്ടോ എന്തോ അവൾ ഉയർന്നു. അവൾ അവിടെ ഇരുന്ന് പാടി, സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാതിശോകമോഹപ്രദം തുച്ഛം അഹം ഭജേജ്ഞ. ഞാൻ എന്താ ഇനിയും ഈ അർദ്ധരാത്രി കാത്തിരിക്കണത്? കാത്തിരിക്കേണ്ട ആള് അവിടെ വന്നു, നിശബ്ദനായിട്ട് കിടന്നുറങ്ങണു. അദ്ദേഹത്തിൽ തട്ടിയ കാറ്റ് എന്നിൽ അടിച്ചു. എനിക്കും മാറ്റം വന്നു, എനിക്ക് വൈരാഗ്യം വന്നു. സീതാദേവി ജനിച്ച ഈ വിദേഹരാജ്യത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വേശ്യാ സ്ത്രീയുടെ ജോലിയാ ഏറ്റവും കേമത്തെന്നും പറഞ്ഞ് എത്ര ആളുകളിൽ നിന്ന് എത്ര പണം സമ്പാദിച്ചു എന്ന് എണ്ണിക്കൊണ്ടിരിക്കണു. എനിക്കിനി ഒന്നും വേണ്ട. എന്റെ സുഖസ്വരൂപൻ എന്റെ ഉള്ളിലുണ്ട്. ആത്മാരാമനാവണം ഞാൻ, ആത്മാരാമയാവണം ഞാൻ. ആത്മാവിൽ നിന്നുള്ള ആനന്ദം കിട്ടിയപ്പോ മുക്തസംഗോ മഹീമേതാം ആത്മാരാമ ചചാരഹ. അവൾക്ക് എല്ലാം വിട്ടെറിഞ്ഞ് അവിടുന്ന് പോവാറായി. ഇതുപോലെ മുക്തസംഗനായി ഈ ഭൂമിയിൽ എവിടെയും ആത്മാരാമനായി സഞ്ചരിക്കാൻ കഴിയണം എന്നുള്ളതിന് ഉപദേശം നൽകുന്ന 24 പേരെയും വ്യത്യസ്തമായ രീതിയിൽ ദത്താത്രേയൻ അവതരിപ്പിച്ചത് പറഞ്ഞു. പിന്നെ ഗോപികളുടെ കഥ ഉദ്ധവൻ അറിയാലോ, നേരിട്ട് കണ്ടതല്ലേ. യശോദാനന്ദന്മാരും ഗോപികളും എന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കണില്ല എന്ന് അങ്ങക്ക് ബോധ്യമായതല്ലേ. അതുകൊണ്ടല്ലേ ഉദ്ധവ അങ്ങ് ഗോപികളുടെ കാലിന്റെ അടിയിലെ മൺതരി എടുത്തുകൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് അന്ന് എന്നെ നമസ്കരിച്ചത്. ഏവം ഭക്തി സകല ഭുവനേ ദീക്ഷിതാശ്രുതാ കിം ശാസ്ത്രൗഘൈഃ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു. ഭഗവാന്റെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഗോപീഗോപാലന്മാരുടെ വൃന്ദാവനത്തിലെ കാൽപ്പൊടികളെ നമസ്കരിക്കാനുള്ള ഭാഗ്യവും കൂടി എനിക്കായിട്ടില്ല. അവരുടെ നില എവിടെ, എന്റെ നില എവിടെ എന്ന് ഉദ്ധവ
അങ്ങക്ക് കാണാൻ കഴിഞ്ഞില്ലേ? ആത്മാരാമ, അങ്ങും നേടേണ്ടത് നേടി. ഗോപികളുടെ ഗീതം അതിനാ ഭഗവാൻ ഉദാഹരിച്ചത്. പിന്നെ ഹംസഗീതം, ബ്രഹ്മാവിനെ പോലെ അറിവുള്ള കെങ്കേമന്മാരുടെ അടുത്ത് ചെന്ന് സനകാദികളെ പോലെയുള്ള അറിവുള്ള മക്കള് ചോദിച്ച ചോദ്യങ്ങൾക്ക് ബ്രഹ്മാവിന് മറുപടി പറയാൻ പറ്റാതായപ്പോ ഉദ്ധവ, ഞാൻ ബ്രഹ്മാവിന്റെ കണ്ടുപരിചയമുള്ള സ്വരൂപം ഹംസം, അരയന്നം, ആ അരയന്നത്തിന്റെ മുമ്പില് രൂപത്തിൽ അവിടെ അവതരിച്ചു. അവർക്ക് വേണ്ടുന്ന സംശയങ്ങൾ തീർത്തു കൊടുത്തു. മനസ്സ് വിഷയങ്ങളിലേക്ക് അങ്ങോട്ട് പോവലാണോ, വിഷയങ്ങൾ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരലാണോ എന്നുള്ള ഗൗരവപൂർവമായ ചർച്ചയിലായിരുന്നു അവര്. അവർക്ക് തോന്നി ഈ ചർച്ചയൊന്നും അല്ല ആവശ്യം, മനസ്സ് ഭഗവാനിൽ വെക്കുക. അതിന് നിർഗുണോ സഗുണോ എന്നൊന്നും നോക്കണ്ട. സഗുണമായാലും നിർഗുണമായാലും സർവം കല്വിതം ബ്രഹ്മ എന്നുള്ളതിന് ആ സർവം ഇതം ബ്രഹ്മയല്ലാണ്ട് എന്താ? അയ്യോ ഞാൻ കാപ്പി കുടിച്ചു, അത് കാരണം എന്റെ വ്രതം തെറ്റി, അയ്യോ എന്റെ ഏകാദശിത്വം മുടങ്ങി, അയ്യോ എന്റെ ഷഷ്ഠീവ്രതം മുടങ്ങി. നമുക്ക് ഇങ്ങനെയാ ഓരോന്നോരോന്ന് ആലോചിച്ച് അതിനുള്ള നിഷ്കർഷ കൊണ്ട് ഈശ്വരനെ ഓർമ്മിക്കലില്ലാണ്ടാവും. ഒരാള് പറഞ്ഞു അത്രേ, നമ്മുടെ നാട്ടില് കുടുംബത്തിൽ കല്യാണം ആലോചിക്കുമ്പോഴേ കഴിഞ്ഞുകൂടാൻ നല്ലോണം ഉണ്ടോ? അപ്പൊ പറഞ്ഞു നല്ല മറുപടി, എന്താ മുത്തശ്ശിയുടെ ഏകാദശി നോൽപ്പില്ലെങ്കിൽ കഷ്ടിച്ച് കഴിഞ്ഞുകൂടാൻ വകയുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ? അത് ഏകാദശിയായ മുത്തശ്ശി ഒരു ലിസ്റ്റ് കൊടുക്കും, ഇത്ര പാല് വേണം, ഇത്ര ഗോതമ്പ് വേണം, ഇത്ര പഴം വേണം, ഇത്ര നെയ്യ് വേണം. ഒരു മാസത്തെ ഉണ്ടായിരുന്ന മുഴുവൻ 2 ഏകാദശി കഴിയുമ്പോഴേക്കും ഇല്ലാണ്ടാവും. അങ്ങനെയായാൽ പറ്റുമോ? അപ്പൊ ഏകാദശിയുടെ എന്നാണ് അധികം ചെലവ്. നമ്മളെ പോലെയുള്ളവർക്ക് വ്രതം എന്ന് വെച്ചാൽ ചെലവോട് ചെലവ്. എന്തൊക്കെ പലഹാരം ഉണ്ടാക്കേണ്ടത്, അരി കഴിക്കുകയ്യ, അത് കാരണം വേറെ എന്തൊക്കെയാ കഴിക്കേണ്ടത്, ഇങ്ങനെ പോവാണ്. അപ്പോ മുക്തസംഗനാവുക എന്നുള്ളതല്ല, ആസക്തി കൂടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം. അതുകൊണ്ട് ഹംസഗീതത്തിൽ മുക്തസംഗമനാവാനുള്ളത് പ്രത്യേകമായിട്ട് പറഞ്ഞു. പിന്നീടാണ് ഭക്തിയുടെ പ്രത്യേകതകൾ ഭഗവാൻ എടുത്തു പറഞ്ഞത്. ഭക്തി എന്നതിനാണ് ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത്. കർമ്മം യോഗത്തെക്കുറിച്ച് ഉദ്ധവൻ ചോദിച്ചു, അതിനെക്കുറിച്ചും വളരെ വിസ്തരിച്ചു പറഞ്ഞു. അതേപോലെ സന്യാസിമാരുടെ ധർമ്മം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളുടെ ധർമ്മങ്ങള്, അനുഷ്ഠാനങ്ങള്, അതൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. എന്നിട്ടാണ് ഓരോന്നും ഉദ്ധവന് ചോദിക്കാൻ കൗതുകം തോന്നിയതുകൊണ്ട് ഉദ്ധവൻ ഒരു 10-32 ചോദ്യങ്ങൾ ഒരുമിച്ച് നോക്കൂ. യമം എന്താണ്, നിയമം എന്താണ്, ദാനം എന്താണ്, തപസ് എന്താണ്, ത്യാഗം എന്താണ്, അനവധി ചോദ്യം. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ 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 വാക്കിൽ ഉത്തരം. കുട്ടികൾക്ക് ഉണ്ട് പരീക്ഷയ്ക്ക് അങ്ങനെ ചില ചോദ്യങ്ങൾ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, അധികമൊന്നും വേണ്ട. അതുപോലെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പാകത്തിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിവിടെ കാണാം. ജ്ഞാനം, കർമ്മം, ഭക്തി ഇവയെക്കുറിച്ച് 3 തരത്തില് ഉള്ള മനോഭാവത്തിനെ ഭഗവാൻ പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു വിസ്തരിച്ച്. സന്യാസി, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളുടെ അനുഭവങ്ങള് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഭിക്ഷുഗീത വിസ്തമായിട്ട് പറഞ്ഞത്. എന്ത്? ഇത്രയൊക്കെ കേമനായിട്ടുള്ള ഒരു വലിയ പണക്കാരൻ, അയാള് പണമാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ചു. സകല ആളുകളെയും വെറുപ്പിച്ചു പണം ഉണ്ടാക്കി, കള്ളന്മാര് കൊണ്ടുപോകാണ്ടിരിക്കാൻ ഭൂമിക്കടിയിൽ നിലവറ കൊണ്ടുണ്ടാക്കി, അതിന്റെ മീത പായ വിരിച്ചു കിടന്നു. ഭാര്യ മക്കളോ ഒന്ന് ചാടി എണീക്കും, എന്താ എന്താ താക്കോല് തരില്ല, ഞാൻ തുറന്നെടുത്ത് എന്താച്ചാ തരാം. ഇങ്ങനെ താക്കോല് തലയിൽ വെച്ച് കിടന്നുറങ്ങണ ആൾക്ക് പ്രാന്താണെന്ന് നമുക്ക് തോന്നും. പണത്തിനോടുള്ള പ്രാന്തം വേറൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇത് മാറാൻ കള്ളന്മാരുടെ കൊള്ളക്കാരുടെയും കൂട്ടുചേർന്ന് ഭാര്യയും മക്കളും അവരെ വിളിച്ച് ഇയാളെ കയ്യും കാലും കെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞുള്ളത് മുഴുവൻ എടുത്തു. കോടിക്കണക്കിന് സ്വർണവും രത്നം എല്ലാവരും പങ്കിട്ടെടുത്തു. ഇയാളെ ആർക്കും വേണ്ട, സമ്പാദിച്ച ആളെ കെട്ടൊക്കെ അയച്ചു വിട്ടു. ദൈവാധീനം കൊണ്ട് അദ്ദേഹം ഇന്നലത്തെ കോടീശ്വരൻ, ഇന്നത്തെ തെണ്ടി എന്ന് നമ്മൾ പറയാറില്ലേ, തെണ്ടി നടക്കുന്നവനായിട്ട് മാറി. അങ്ങനെ നടക്കുമ്പോഴോ അദ്ദേഹത്തിന് ഒരു ചെറിയ പാത്രം, ഒരു വടി, ഒരു പുതപ്പ്, അതൊക്കെ ഓരോരുത്തരായി തട്ടിപ്പറിച്ചുകൊണ്ട് കളിയാക്കുക. ഇവനെ വിശ്വസിക്കണ്ട, ഇവൻ ഉള്ളത് മുഴുവനും കുഴിച്ചിട്ട് ഭാര്യ മക്കളും കൊണ്ടോ ഇങ്ങനെ അഭിനയിക്കുകയാണ്. അവൻ പിന്നെയും സൂക്ഷിച്ചിട്ടുണ്ട്, അടിക്കവനെ, ഓടിക്കവനെ, ഉപദ്രവം, സകല ഉപദ്രവം വെച്ച് മേലൊക്കെ കല്ല് ഏറുകൊണ്ട് അടി കൊണ്ട് വിഷമിച്ച് ഓടി നടക്കാണ്ട് ഒരിക്കലും ഇരുന്നു. ആ ഇരുന്നിട്ട് ചോരയൊക്കെ തുടച്ച്, ഉദ്ധവ
അദ്ദേഹം ഒരു പാട്ട് പാടി, ഭിക്ഷുഗീതം. അതാണ് ഐളഗീതവും ഭിക്ഷുഗീതവും ഹംസഗീതവും ഗോപീഗീതവും അതേപോലെ സാക്ഷാൽ ഭീഷ്മഗീതവും ഒക്കെ ഭഗവാൻ ഒരേ ഭാഗത്ത്. ഭീഷ്മർ തന്റെ അനുഭവം പറഞ്ഞു, ഗോപികൾ അവരുടെ അനുഭവം പറഞ്ഞു, ഹംസം അരയന്നം ആ അരയന്നത്തിന്റെ കഴിവ് ഓർമ്മപ്പെടുത്തി. പാലും വെള്ളവും ചേർത്ത് വെച്ചാൽ കൊക്കിട്ടാൽ പാല് മാത്രമായിട്ടിടും, വെള്ളം അവിടെ അവശേഷിക്കും. ഇത് ഏത് ജന്തുവിനാ സാധിക്കുക? അത് ഹംസത്തിന്റെ കഴിവ്. ഇതുപോലെ നമുക്കും സാധിക്കും എന്നാണ് കാണിച്ചത്. ഭിക്ഷുവിന് അതിപ്പോ ബോധ്യായി. അദ്ദേഹം തന്റെ പാട്ടിന് തുറന്നു പറഞ്ഞു, എന്നെ ആരും ഉപദ്രവിക്കണില്ല, ഉപദ്രവിക്കുന്നു എന്ന് എനിക്ക് തോന്നലാണ്. എന്റെ നാവുമ്മ ഞാൻ ആർത്തി പിടിച്ച് ഊണ് കഴിക്കുമ്പോ എന്റെ പല്ലുകൊണ്ട് കടിച്ചാൽ, ജിഹ്വാം സ്വദദ്ഭിഹി, തന്റെ പല്ലുകൊണ്ട് തന്റെ നാവുമ്മ കടിച്ചാൽ വിളമ്പാനായിട്ട് വന്ന ആള് ചോദിക്കുക, സാമ്പാർ വിളമ്പട്ടെ, ഉപ്പിലിട്ട്, തന്റെ ഉപ്പിലിട്ട് സാമ്പാർ കൊണ്ടുപോകണോ? ഇവിടെ ബാക്കിയുള്ളവരാ. അത് ശരി, അയാളോട് ചുണ്ടിടുത്തിട്ടെന്താ കാര്യം? ഇതല്ലേ നമ്മുടെ ഇന്നത്തെ ജീവിതാനുഭവം. അവനവൻ ചെയ്ത തെറ്റിന്റെ ദുഃഖം അനുഭവിക്കുമ്പോ മറ്റുള്ളവരോട് ചുണ്ടിടുത്തിട്ട് കാര്യമില്ല. എന്റെ അവളത് ചെയ്തു, ഇവളത് ചെയ്തു, ഇവനിത് ചെയ്തു, മറ്റവൻ എങ്ങനെ ചെയ്തു. അല്ല, സ്വദൽഭിഹി ജിഹ്വാം, അവനവന്റെ നാവ് കൊണ്ട് അവനവന്റെ നാവിനെ അവനവന്റെ പല്ലുകൊണ്ട് കടിച്ചതാണ് ഉണ്ണുമ്പോൾ വിചാരിക്കൂ, സമാധാനാവും. ഇതാണ് നമുക്കൊക്കെ ഉള്ള എളുപ്പത്തിലുള്ള ഉദാഹരണം. ശാപ്പാടിന്റെ ഉദാഹരണം പറഞ്ഞാൽ ശാപ്പാട്ട് രാമന്മാരായ നമുക്ക് വേഗം മനസ്സിലാവും, കുടുംബരാമന്മാരായ നമുക്ക് വേഗം മനസ്സിലാവും. ആത്മാരാമന്മാരല്ലല്ലോ നമ്മളാരും. അതുകൊണ്ടാണ് ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ അങ്ങനെയുള്ളത് എടുത്തു പറയുന്നത്. ഇനി അയളന്റെ കഥ. അയളനോ ഉർവശി 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 എന്ന് പറഞ്ഞ് ഭ്രമിച്ച് ഉർവശിയുടെ നാട് വരെ ഇതിലും വലുതാണ്, അവിടെ സ്വർഗം 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 എന്ന് പറഞ്ഞു പോയി. എന്റെ ഈശ്വര, ഉർവശിയുടെ നാട്ടിലെ ആ ജീവിതത്തിന്റെ പ്രാധാന്യമില്ലായ്മ അങ്ങോട്ട് കണ്ടപ്പോ അറച്ചു അദ്ദേഹത്തിന്. ഉർവശി ലോകം എന്ന് വെച്ചാൽ ഇങ്ങനെയാണല്ലേ, ഇന്ദ്രണ്ട്, ആനയുണ്ട്, ഒക്കെ ഉണ്ട്, കൽപ്പകവൃക്ഷുണ്ട്, പക്ഷേ ആത്മാനന്ദം എന്നുള്ളത് അവിടെ ഇല്ല. പറയണല്ലേ ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തില്, സ്വർഗം എന്ന് വിചാരിച്ച ആരും ആർത്തി പിടിച്ച് അങ്ങോട്ട് ചെല്ലണ്ട, അവിടെ യഥാർത്ഥത്തിലുള്ള ആത്മാനന്ദം സുഖം ഇല്ലേ ഇല്ല. അവിടെ നിൽ എന്നാണ്. ഓ ഊശി സുഖം. നാല് കൊമ്പുള്ള ആനയെ കാണാം, വെളുത്ത പെയിന്റ് അടിച്ചാണ് ആന നിൽക്കുന്നത്. വെളുത്ത ആന, കൽപ്പകവൃക്ഷം, ഉർവശി, മേനക, രംഭ, തിലോത്തമ, ഇതൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ വിചരിക്കുന്ന ആത്മസുഖം മാത്രം അവിടെ ഇല്ല. അത് വേണമെങ്കിൽ മഹീമേതാം ആത്മാരാമ ചാരഹ. ഇന്നിപ്പോ ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കണില്ലേ, ആത്മാനന്ദം എന്ന സുഖം വേണോ? വരൂ ഭാരതം, ഭാസിൽ രമിക്കുന്ന ആളുകളുടെ നാട്ടിലേക്ക്. ഭഗവാന്റെ ഭാസ്, ഭഗവാന്റെ ശോഭ, അതാണ് ഭാസ്. അതിൽ രമിക്കുന്ന ആളുകളെ കാണണമെങ്കിൽ ഭാരതത്തിൽ വരണം എന്ന് ലോകപ്രസിദ്ധാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും അത് അംഗീകരിക്കുന്നു. ഇനി അത് അംഗീകരിക്കാത്തവർ വല്ലവരുണ്ടെങ്കിൽ അത് ഭാരതീയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ചും കേരളത്തിലെത്തുമ്പോൾ കേരളീയർ എന്ന് പറയാറാവും. എന്തായാലും ഇവിടെ ആത്മാരാമന്മാരുടെ കഥകളെ ഉദ്ധവന് പറഞ്ഞുകൊടുത്ത് അയളന്റെ കഥയും കൂടി ഉറൂക്കം പറഞ്ഞ് ഉദ്ധവൻ ചോദിച്ച ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞു. അമ്മയുടെ മകനായിട്ട് ഉണ്ണികൃഷ്ണനെ പൂജിക്കുന്ന ഉദ്ധവൻ ഭഗവാനോട് അവിടുത്തെ ക്രിയായോഗം കൂടി പറഞ്ഞു തരണേ എന്ന്. തന്നെ പൂജിക്കേണ്ടുന്ന വിധം ഭഗവാൻ ഉദ്ധവൻ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉദ്ധവ, പൂജിക്കുമ്പോ എന്തൊക്കെ സാധനങ്ങൾ തയ്യാറാക്കി പൂജിക്കാൻ എന്നല്ല നോക്കേണ്ടത്, പിന്നെയോ മനസ്സെവിടെ നിന്നാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാ ചരണാംഭോജേരധി സ്യാത്. അവിടുത്തെ പാദാരവിന്ദങ്ങൾ അനപായിനിയായ രതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. ശിരോമൽപാദയോ കൃത്വ ഉദ്ധവ ബാഹുഭ്യാഞ്ച പരസ്പരം പ്രപന്നം പാഹിമാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൻ. അത് ഉദ്ധവൻ ചെയ്തു. ഇനി ഒന്നും അവിടുത്തോട് ചോദിക്കാനില്ല, പറയാനില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു തന്നു. ചോദിച്ചതിനൊക്കെ ഉത്തരം കിട്ടി. ഉദ്ധവൻ എഴുന്നേറ്റ് ആ ആട്ടുകട്ടിലോടുകൂടെ പരീക്ഷിത്തെ ഭഗവാനെ ഒന്നങ്ങനെ പ്രദക്ഷിണം വെച്ചു, വീണങ്ങനെ നമസ്കരിച്ചു. അവിടുന്ന് പറഞ്ഞതുപോലെ അടിയൻ അവിടുത്തേക്ക് കുട്ടിക്കാലത്ത് കുറെ
പൂജകൾ ചെയ്തു. അവിടുന്ന് അത് അംഗീകരിച്ചു. ഉണ്ണാൻ പോലും കൂട്ടാക്കാതെ ഉണ്ണികൃഷ്ണൻ ഉണ്ണ് കഴിച്ചാലേ ഞാൻ ഊണ് കഴിക്കുള്ളൂ എന്ന് അമ്മോട് പറഞ്ഞതിന്റെ ആ ഒരു പൂർണ്ണത ഇന്ന് അടിയന് കിട്ടി. ഭഗവാന് അപ്പോഴും തീരുമാനിച്ചു, ആ ഒരു പൂർണ്ണതയും കൂടി ആവട്ടെ. കാല് പിൻവലിച്ചപ്പോ കാലുമ്മ കൈ വെച്ചത് ഭഗവാന്റെ മെതിയടിയിലായി. ഉദ്ധവ, ആ മെതിയടി എടുക്കൂ. ആ മെതിയടി എടുത്ത് ആ പട്ടിൽ പൊതിഞ്ഞ് ശിരസിൽ വെച്ചോളൂ. മെതിയടി ഭഗവാന്റെ പാദത്തിൽ നിന്ന് എടുത്ത് ശിരസിൽ വെച്ചപ്പോഴാണ് അത് പട്ടിൽ പൊതിഞ്ഞ് വെക്കാമെന്ന് തോന്നിയത്. അങ്ങനെ പട്ടിൽ പൊതിഞ്ഞ് ശിരസിൽ അങ്ങനെ വെച്ചു. എപ്പോഴും താൻ ഭഗവാന്റെ പാദമൂലങ്ങളിൽ തന്നെയാണ് എന്നുള്ള തോന്നല് ഉദ്ധവരുണ്ടായി. മെതിയടികളെ, നിങ്ങളുടെ ഭാഗ്യം. ഭരതൻ പറഞ്ഞില്ലേ, രാമന്റെ പാദത്തിൽ നിന്ന് കിട്ടിയ മെതിയടി തനിക്ക് കിട്ടിയപ്പോ ഇതിലും വലിയൊരു പ്രപഞ്ചം, ഒരു ലോകം തനിക്ക് കിട്ടാനില്ല. പ്രേമത്തിന്റെ സ്വരൂപങ്ങളുടെ കീഴിലാണ് താൻ. അങ്ങനെയാണ്. അതുപോലെ ഉദ്ധവനും ഇതാ ഭാഗവതത്തിലെ പരമോന്നത പദവിയിലേക്ക് അടിവെച്ച് ഉയർന്നു. അതാണ് ഇവിടെ ഒടുവിൽ പറയണത്. ബദരികാശ്രമം, അവിടെ പോയവർക്കൊക്കെ അറിയാം, എത്ര 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 കയറിയാലും എത്താത്ത ഒരു സ്ഥാനം നമുക്കൊക്കെ ഗുരുവായൂരപ്പൻ ഭാഗവതത്തിലൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ്. എന്താ അത്? ഭാഗവത പദമൂലങ്ങളുടെ കീഴിൽ ഭാഗവതത്തിലെ പദങ്ങള്, ഭാഗവതത്തിലെ മൂലം എന്നൊക്കെ പറയാറുണ്ട്. ശ്ലോകങ്ങള്, ശ്ലോകത്തിന്റെ പകുതികള്, അതിലത്തെ ഓരോ പാദങ്ങള്, അതിലത്തെ ഓരോ അക്ഷരങ്ങളും ഭാഗവത പദമൂലങ്ങളുടെ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന ധാരണ അതുണ്ടാവണം. എങ്കിൽ പിന്നെ നമുക്ക് ഒരു തരത്തിലുള്ള തമ്മിത്തല്ലിനും ഇടപെടേണ്ടി വരില്ല. രാമകൃഷ്ണന്മാര് വരെ തന്റെ പാദത്തിലേക്ക് അമ്പയക്കാൻ കാട്ടാളൻ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് വരെ അവിടെ നിന്നു. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, ശരി ഏട്ടാ. ഏട്ടൻ തമ്മിത്തല്ലണ യാദവന്മാരെയൊക്കെ പിടിച്ചു നിർത്താനും തന്നെ തല്ലരുത് എന്ന് പറയാനും ശ്രമിച്ചപ്പോ അവിടുത്തെ അടിക്കാനാ എല്ലാവരും തയ്യാറാവുന്നത്. കൊടുക്കടാ വല്യച്ഛനിട്ട് 2 എന്ന് പറയാൻ ആർക്കും ഒരു മടിയില്ല. അച്ഛനെയും തല്ലടാ, ഇതൊക്കെയാണ് ഇത്ര അവിടുത്തെ ശബ്ദം. ബലരാമൻ കൃഷ്ണന്റെ മുഖത്തേക്ക്, അനിയന്റെ മുഖത്തേക്ക് നോക്കി, നമുക്ക് പോവാട്ടാ. ഏട്ടൻ പോവാന്ന് ഭഗവാന്റെ കൽപ്പന കേൾക്കേണ്ട താമസം അവിടെ ഇരുന്നു. കണ്ണടച്ച് ആ അനന്തന്റെ സ്വരൂപം അവിടെ കാണാതായി. ഇനി ഭഗവാൻ പിന്നാക്കം തറന്നു. ഏട്ടൻ പോയി എന്ന് മനസ്സിലായതോടെ ഒരു മരത്തിന്റെ ചോട്ടില് നിഗമകൽപ്പ തരൂ എന്ന് നമുക്ക് പറയാം. അവിടുന്ന് ചെന്നിരുന്നു. അവിടുന്ന് കാല് മേൽപോട്ട് കയറ്റി വെച്ചപ്പോ അവിടേക്കാണത്രേ ഇന്നലെ വരെ വെറും കാട്ടാളനായി നടന്നിരുന്ന ആള് ഇന്ന് അദ്ദേഹത്തിന്റെ ശരന്തു ജീവം പരമേവ ലക്ഷ്യം ഭഗവാന്റെ പാദത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നെത്തിച്ചു. ഇന്നലെ വരെ അയാൾക്കത് സാധിച്ചിരുന്നില്ല. തന്റെ ലക്ഷ്യം ഭഗവാനാണ് എന്നിപ്പോ ബോധ്യമായി. അയാൾ കരഞ്ഞുകൊണ്ട് കാക്കൽ വന്നോളപ്പോ ഭഗവാൻ പറഞ്ഞു, നീ എന്തിനാ കരയണത്? അടിയാൻ അവിടുത്തെ പാദത്തിലല്ല, നിന്റെ ലക്ഷ്യം ശരിക്കെത്തി എന്ന കൃതാർത്ഥതയോടെ നീ ഇതേ വേഷത്തില് വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ. അങ്ങനെ വാൽമീകിയെ രാമായണത്തിന്റെ ആളാക്കി മാറ്റിയതുപോലെ ഭാഗവതത്തിന്റെ ആളായിട്ട് ഈ കാട്ടാളനെയും ഭഗവാൻ നമുക്കൊക്കെ കാണിച്ചു തരുന്നു. നമ്മളോട് പറയണു, നമ്മുടെ ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് ഭാഗവത പദമൂലങ്ങളിൽ തന്നെ ചെന്ന് കൃത്യമായിട്ട് തറയ്ക്കട്ടെ. ഇതാ നമുക്ക് വേറൊന്നും ഇനി അനുസ്മരിക്കാനില്ല. ഭഗവാന്റെ പാദമൂലങ്ങളിൽ നമ്മുടെ മനസ്സ് അല്പനേരമെങ്കിലും ചേർന്നുവെങ്കിൽ അത് നമ്മുടെ കൃതാർത്ഥതയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ പാദമൂലങ്ങളിൽ വന്ദിക്കുന്ന ശ്ലോകമുണ്ട്, അത് നമുക്ക് ഒന്നുകൂടി അനുസ്മരിക്കാം. മറ്റൊന്നുമല്ല, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാത്വച്ചരണാംഭോജേ രതിസ്യാത് അനവായിനി ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിപകൃതുപജഹ്രേ ഭൃംഗവത് വേദസാരം അമൃതമുദധിതശ്ചാപായയൽ ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.